പ്രിയ സഹോദരങ്ങളെ, ഡെയിലി വേർഡ് ഓഫ് ഗോഡിൽ ഇന്നത്തെ തിരുവചനം യോഹന്നാൻ 14:26 നിന്നാണ്. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ വചനത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് നൽകിയ മഹത്തായ വാഗ്ദാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു ഭൂമിയിൽ തന്റെ ശുശ്രൂഷ പൂർത്തിയാക്കി സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാർക്ക് ആശ്വാസവും ശക്തിയും നൽകുന്ന ഒരാളെ അയക്കുമെന്ന് ഉറപ്പ് നൽകി. ആ ആശ്വാസകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗുരുവാണ്. ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുകയും ദൈവവചനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം ബൈബിളിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം കൊണ്ടാണ് വചനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ തെളിയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികാട്ടിയാണ്. ലോകത്തിലെ അനിശ്ചിതത്വങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ എല്ലാം നേരിടുമ്പോൾ ആത്മാവ് നമ്മെ ശരിയായ വഴിയിൽ നടത്തുന്നു. റോമർ 8:14 പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. അതായത് ആത്മാവിന്റെ വഴികാട്ടലിൽ നടക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളെന്ന മഹത്തായ സ്ഥാനം ലഭിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും നമ്മെ ദുഃഖവും നിരാശയും പിടികൂടും. അപ്പോൾ പരിശുദ്ധാത്മാവ് ആശ്വാസദായകനായി നമ്മെ കരുതുന്നു. യോഹന്നാൻ 16:13 പറയുന്നത് പോലെ സത്യത്തിന്റെ ആത്മാവ് നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യം നമ്മെ ധൈര്യത്തോടെ മുന്നോട്ട് നടത്തുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ശിഷ്യന്മാർക്ക് ധൈര്യവും ശക്തിയും നൽകി. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വചനത്തെ പഠിക്കുക, ആത്മാവിന്റെ ഇടപെടലിലൂടെ പ്രാർത്ഥനയിൽ പുതുക്കപ്പെടുക, ആത്മാവിന്റെ ശക്തിയിൽ ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് പങ്കിടുക. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ വാഗ്ദാനം ഇന്നും സത്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗുരുവും വഴികാട്ടിയും ആശ്വാസദായകനുമാണ്. നാം ആത്മാവിന്റെ ശിക്ഷണത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കും. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശിക്ഷണത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ആത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേ സ്നേഹത്തിന്റെ സാക്ഷ്യമായി മാറട്ടെ. ആമേൻ.